ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. MCA അഡ്മിഷൻ ടൈമിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് LBS MCA പ്രോസ്പെക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. MCA 2024 പ്രോസ്പെക്റ്റിൽ ഈ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം ചാനലിൽ. അപ്പോൾ ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ള 10 സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ, അഡ്മിറ്റ് കാർഡ് ഓഫ് ദി എൻട്രൻസ് എക്സാമിനേഷൻ. നമ്മൾ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ നമുക്കൊരു ഹാൾ ടിക്കറ്റ് കിട്ടിയില്ലേ, അത് വേണം. പിന്നെ സെക്കൻഡ് വൺ, അലോട്ട്മെൻറ്റ് മെമ്മോ ആൻഡ് ഫീസ് റെസിപ്റ്റ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. ആ അലോട്ട്മെൻറ്റ് മെമ്മോ വിത്ത് നമ്മൾ ടോക്കൺ ഫീ അടച്ച ഫീ റെസിപ്റ്റ് എടുക്കണം. പിന്നെ തേർഡ് ഉള്ളതാണ് SSLC സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ്. അത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളുടെ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് വേണം. ആൻഡ് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തില്ലേ, അതിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് പിന്നെ വേറെ ഇൻകം, നേറ്റിവിറ്റി അതൊക്കെ സബ്മിറ്റ് ചെയ്തില്ല, അതിൻ്റെ കോപ്പീസും വേണം. പിന്നെ വേറെ നമ്മൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും വേണം. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ച കോളേജിലുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC പിന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ സ്റ്റുഡൻസിന് കാൻഡിഡേറ്റിൻ്റെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കോപ്പി വേണം. പിന്നെ ഔട്ട്സൈഡ് കേരള പഠിച്ച സ്റ്റുഡൻസിന് ഇക്വാലൻസി ഓർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങൾ ഗവൺമെൻറ് സെക്ടർ അല്ലെങ്കിൽ ബാങ്കിൽ എംപ്ലോയി ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിനി ആയിട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഗുഡ് കണ്ടക്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ലാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മൾ ഡിഗ്രി വേറെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ചില കോളേജിൽ അതർ സ്റ്റേറ്റ്സിൽ പഠിച്ച സ്റ്റുഡൻസിന് മാത്രമാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. സോ ബെറ്റർ ബിഫോർ അഡ്മിഷൻ എല്ലാവരും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടുന്നത് ആ കോളേജിൽ വിളിച്ച് കൺഫേം ചെയ്യണം. അഡ്മിഷന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ കോമൺലി എടുത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലുള്ള ഈ 10 സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ മസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അഡ്മിറ്റ് കാർഡ്, അലോട്ട്മെൻറ്റ് മെമ്മോ, ഫീസ് റെസിപ്റ്റ്, SSLC സർട്ടിഫിക്കറ്റ്, ഡിഗ്രി മാർക്ക് ലിസ്റ്റ്. പിന്നെ നമ്മൾ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റ്സും വേണം. TC, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പിന്നെ ഏതെങ്കിലും ഗവൺമെൻറ് ഓർ ബാങ്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ലാസ്റ്റ് വൺ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്